Jai Hind to all. In the last few videos, we discussed about sum and difference formula, transformation formula of trigonometry functions. Today we start a new section of trigonometry, that is trigonometric functions of multiple and submultiple angle formula. ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിനപ്പുറം സെക്കൻഡ് ഇയറിനാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടുതൽ വരുന്നത്. മെയിനായിട്ട് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, ഡിഫറൻഷിയേഷൻ, ഇൻറ്റഗ്രേഷൻ, ആ ഒരു സെക്ഷനിലൊക്കെ തന്നെ ഈ ഫോർമുല ബേസുള്ള ഒത്തിരി പ്രോബ്ലംസ് നമുക്ക് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. NCERT ഫസ്റ്റ് ഇയറിലെ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ഈ ഫോർമുല ബേസ് ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അതിനപ്പുറം നെക്സ്റ്റ് ഇയറിലാണ് ഈ ഫോർമുലയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോർമുലാസ് നിങ്ങൾ നല്ല രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് ഇതിനെ ബൈ ഹാർട്ടാക്കി എടുക്കുക. ബൈ ഹാർട്ട് മീൻ നമ്മൾ ഐഡൻറ്റിറ്റി ബൈ ഹാർട്ടൊക്കെ എന്ന പോലെ, ഇപ്പോൾ A+B² A-B² ഒക്കെ നമ്മൾ ബൈ ഹാർട്ടാക്കിയ പോലെ തന്നെ ഈ ഫോർമുലാസ് നല്ല രീതിയിൽ നമ്മൾ ബൈ ഹാർട്ടാക്കുക. കാരണം അടുത്ത തുടർന്നുള്ള പഠനങ്ങളിൽ ഈ ഒരു ഫോർമുല നമ്മൾ ഒത്തിരി സെക്ഷനുകളിൽ ഇത് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കാണാറുണ്ട്, അപ്ലൈ ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ ഇതിനെ ബേസുള്ള കുറച്ച് പ്രോബ്ലങ്ങളുടെ NCERT ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് നമ്മളുടെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഫോർമുല കമ്പൽസറി ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബൈ ഹാർട്ടാക്കുക. Now we start the class. Trigonometric functions of multiple and submultiple angles. ഈ പോർഷൻസ് മെയിനായിട്ട് ബേസ് ചെയ്തിരിക്കുന്നത് കുറച്ച് ഫോർമുലാസാണ്. ഈ ഫോർമുലാസ് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ മാത്രമല്ല ഇമ്പോർട്ടൻറ്റ്, സെക്കൻഡ് ഇയറും വളരെ പ്രാധാന്യമുള്ള ഫോർമുലാസാണ്. നിങ്ങൾ കമ്പൽസറി ഇത് ബൈ ഹാർട്ടാക്കുക. ഇതിൻ്റെ പ്രൂഫിന് നിങ്ങൾക്ക് യാതൊരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ പ്രൂഫ് ഇവിടെ പ്രസൻറ്റ് ചെയ്യും, പക്ഷേ പ്രൂഫ് നിങ്ങൾ ബൈ ഹാർട്ട് ആക്കണമെന്നില്ല. കൂടുതലും അത് അപ്ലൈ ചെയ്ത് പോകുന്നത് നെക്സ്റ്റ് ഇയർ ടോപ്പിക്, ഐ മീൻ ഡിഫറൻഷിയേഷൻ, ഇൻറ്റഗ്രേഷൻ, ഇങ്ങനെയുള്ള സെക്ഷൻസിലാണ് കൂടുതലായിട്ട് ഈ ഫോർമുല അപ്ലൈ ചെയ്ത് പോകുന്നത്. നമുക്കിത് ഫോർമുലാസ് നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. ഫസ്റ്റ് മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുല പറയുന്നത് sin 2x ഈസ് ഈക്വൽ ടു 2 sin x ഇൻറ്റു cos x. sin 2x is equal to 2 sin x into cos x. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സൈൻ്റെ മൾട്ടിപ്പിൾ ഫോർമുലയാണ്, ഇൻ ടേംസ് ഓഫ് സൈൻ ആൻഡ് കോസിലെ ഫോർമുലയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇതിൻ്റെ പ്രൂഫ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, കാരണം അതിൻ്റെ പ്രൂഫ് പക്ഷേ നിങ്ങൾ ബൈ ഹാർട്ട് ആക്കണ്ട, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഇത് പ്രൂഫ് അറിയാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യുന്നത് സം ഫോർമുലയാണ്. നമുക്ക് അറിയാം സൈൻ ഓഫ് A+B ഫോർമുല നമുക്കറിയാം. sin of A+B is equal to sin A cos B plus cos A sin B ആണ്. ഈ ഫോർമുലയിൽ നമ്മൾ എക്കും ബിക്കും ഒരു കോമൺ ആംഗിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സപ്പോസ് പുട്ട് എക്സ് ആൻഡ് ദെയർഫോർ നമ്മൾ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യും. sin of x plus x is equal to sin x into cos x plus cos x into sin x ആവും. What is x plus x? 2x. Therefore sin x plus x 2x is equal to sin x into cos x plus cos x into sin x is also equal to sin x into cos x. That is sin x into cos x plus sin x into cos x, we get answer 2 sin x into cos x. ഇതാണ് അതിൻ്റെ ഒരു പ്രൂഫ് പറയുന്നത്. പക്ഷേ പ്രൂഫ് നമുക്ക് ആവശ്യമില്ല, നമ്മൾ ആ ഒരു റിസൾട്ട് മാത്രം ബൈ ഹാർട്ട് ആക്കിയിരിക്കുക. sin 2x is equal to 2 sin x cos x. then സെക്കൻഡ് മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുല പറയുന്നത് cos 2x ആണ്. ഇൻ ടൈംസ് ഓഫ് കോസിലെ റിസൾട്ടാണ്. cos 2x is equal to cos square x minus sin square x. ഇത് നമുക്ക് 3 ഫോർമുല ടോട്ടലായിട്ട് ഡെവലപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. cos 2x equal to cos square x minus sin square x. സെക്കൻഡ് 2 cos square x minus 1. Third 1 minus 2 sin square x. So cos 2x is equal to cos square x minus sin square x. Second 2 cos square x minus 1. And third 1 minus 2 sin square x. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഫോർമുലകളാണിത്. ഈ 3 നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ cos 2x ഇൻ ടൈംസ് ഓഫ് സൈൻ ആൻഡ് കോസ് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്ത് കൊടുക്കും? cos square x minus sin square x കൊടുക്കും. cos 2x ഇൻ ടൈംസ് ഓഫ് കോസ് ചോദിച്ചാൽ 2 cos square x minus 1 കൊടുക്കും. ആൻഡ് cos 2x ഇൻ ടൈംസ് ഓഫ് സൈൻ ചോദിച്ചാൽ
1 - 2 sin square x കൊടുക്കും. ഇതിന് പ്രൂഫ് ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നമുക്കിവിടെ പ്രൂഫ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല കോസ് സം ഫോർമുലയാണ്. കോസ് ഓഫ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ഫോർമുല അറിയാം നമുക്ക്, കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി ആണ്. ഈ ഫോർമുലയിൽ നമ്മൾ ഈ കഴിഞ്ഞ പ്രോബ്ലം പറഞ്ഞ പോലെ എക്കും ബിക്കുമായിട്ട് എക്സ് എന്നുള്ള ആംഗിൾ കോമൺ ആംഗിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻഡ് ദെയർഫോർ ഫോർമുല ചേഞ്ച് ചെയ്യും. കോസ് എക്സ് പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് ആവും. ദറ്റ് ഈസ് കോസ് ഓഫ് എക്സ് പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ 2x ആണ്, ഈക്വൽ ടു കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ്. ദറ്റ് ഈസ് കോസ് 2x ഈസ് ഈക്വൽ ടു വി ഗെറ്റ് ആൻസർ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫോർമുല, കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ഇവിടെ നിന്ന് തന്നെ നമ്മുടെ രണ്ട് എക്സ്ട്രാ ഫോർമുല ഡെവലപ്പ് ചെയ്യുന്നുണ്ട് യൂസിങ് ദ പൈതഗോറൻ റിലേഷൻ. നമുക്ക് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് പഠിച്ചിട്ടുണ്ട്. അത് പ്രകാരം ഈ കോസ് 2x ഈ സൈൻ സ്ക്വയർ എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ഈ ഫോർമുല മോഡിഫൈ ചെയ്യപ്പെടും. മോഡിഫൈ ചെയ്ത് വേറൊരു ഫോർമുല ഡെവലപ്പ് ചെയ്യും. അപ്പോൾ -1 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ആവും. ഈസ് ഈക്വൽ ടു വി ഗെറ്റ് ആൻസർ കോസ് സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ എക്സ് 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 എന്നുള്ള സെക്കൻഡ് ഫോർമുല ഡെവലപ്പ് ചെയ്തു. ഇതേപോലെ തന്നെ കോസ് 2x എന്നുള്ള ഫോർമുലയിൽ ഈ പറഞ്ഞ പോലെ കോസ് സ്ക്വയർ എക്സിന് പകരം 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് കൊടുക്കാം, സൈൻ സ്ക്വയർ എക്സിന് പകരം 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് കൊടുക്കാം. ഇവിടെ നമ്മൾ കോസ് സ്ക്വയർ എക്സിന് പകരം 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് കൊടുത്താൽ നിലവിൽ മൈനസ് സൈൻ സ്ക്വയർ എക്സ് ഇവിടെ ഉണ്ട് താനും. അപ്പോൾ എന്ത് കിട്ടും, കോസ് 2x ഈക്വൽ ടു വി ഗെറ്റ് ആനദർ റിസൾട്ട് 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് എന്നുള്ള അടുത്ത റിസൾട്ട് ഡെവലപ്പ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് നമുക്ക് ആവശ്യമുള്ള കേസല്ല, എന്നാൽ പോലും പ്രൂഫ് കൂടി നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ റിസൾട്ട് ബൈ ഹാർട്ട് ആക്കാൻ ഈസി ആയിരിക്കും. ഇപ്പോൾ കോസ് 2x ഇൻ ടേംസ് ഓഫ് സൈൻ ആൻഡ് കോസ് ആൻസർ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. കോസ് 2x ഇൻ ടേംസ് ഓഫ് കോസ് വരുമ്പോൾ 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 ആൻഡ് കോസ് 2x ഇൻ ടേംസ് ഓഫ് സൈൻ ആണെങ്കിൽ 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ റിസൾട്ടുകൾ. ആൻഡ് അടുത്ത മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുല എന്ന് പറഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് ടാനിലാണ്. ഇൻ ടേംസ് ഓഫ് ടാനിൽ വരുമ്പോൾ നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് tan 2x ആണ്. അപ്പോൾ sin 2x ആയി, cos 2x ആയി, then tan 2x. അപ്പോൾ tan 2x ഈസ് ഈക്വൽ ടു ഫോർമുല ഇതാണ് പറയുന്നത് 2 tan x ഡിവൈഡഡ് ബൈ 1 മൈനസ് tan സ്ക്വയർ എക്സ് ആണ്. 2 tan x ഡിവൈഡഡ് ബൈ 1 മൈനസ് tan സ്ക്വയർ എക്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്നാമത്തെ മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുലയാണ് ഈ tan 2x. 2 tan x ഡിവൈഡഡ് ബൈ 1 മൈനസ് tan സ്ക്വയർ എക്സ്. അതിനും പ്രൂഫ് അവർ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല ടാനിൻ്റെ സം ഫോർമുലയാണ്. നമുക്കറിയാം tan ഓഫ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു tan എ പ്ലസ് tan ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് tan എ ഇൻറ്റു tan ബി ആണ്. ഇവിടെയും കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ എക്കും ബിക്കും നമുക്കൊരു കോമൺ ആംഗിൾ സപ്പോസ് എക്സ് എടുക്കാം. അപ്പോൾ എന്താ സംഭവിക്കുക, ടാൻ ഓഫ് എക്സ് പ്ലസ് എക്സ് ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് ടാൻ എക്സ് ദ ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ഇൻറ്റു ടാൻ എക്സ് എന്നായി മാറും. ദറ്റ് ഈസ് ടാൻ ഓഫ് എക്സ് പ്ലസ് എക്സ് ഈക്വൽ ടാൻ എക്സ് 2x, ടാൻ എക്സ് പ്ലസ് ടാൻ എക്സ് 2 ടാൻ എക്സ് ആവും ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ഇൻറ്റു ടാൻ എക്സ് ടാൻ സ്ക്വയർ എക്സ് എന്നായി മാറും. അങ്ങനെ അവിടെയും നമുക്ക് tan 2x ഇൻ ടേംസ് ഓഫ് ടാനിൽ ഫോർമുല ആൻസർ എന്ത് കിട്ടി, 2 tan x ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് എന്ന് കിട്ടി. അപ്പോൾ ഈ മൂന്ന് മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുല ബേസ് ചെയ്ത് കുറച്ച് പ്രോബ്ലം കൂടി നിങ്ങൾ ടെസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഇത് കഴിഞ്ഞ് കുറച്ച് ഫോർമുല വരുന്നുണ്ട് ഇൻ ടേംസ് സൈൻ 3x കോസ് 3x ആൻഡ് ടാൻ 3x. അതിന് ബേസിൽ ഒരു ലാസ്റ്റ് നിങ്ങളുടെ 3.3 എക്സസൈസിനകത്ത് ലാസ്റ്റ് 3 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്.
അതിന് ബേസുള്ള പ്രോബ്ലംസ് നമുക്ക് പിന്നീട് ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓൺലൈൻ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് പരിമിതികളുണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ, കാരണം കുറേ ടൈം എടുക്കും, എത്രത്തോളം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് അറിയില്ല. അതുകൊണ്ട് അത് ഒരു റെഗുലർ ക്ലാസ്സിൽ നമുക്ക് അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ബേസുള്ള 1-2 ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ടെസ്റ്റിനകത്തുണ്ട്, അതുകൂടി നമുക്കൊന്ന് കവർ ചെയ്യാം. അപ്പോൾ ഫോർമുല മറക്കരുത്. sin 2x ഇൻ ടേംസ് ഓഫ് സൈൻ ആൻഡ് കോസ് ആൻസർ നമുക്ക് എന്ത് കിട്ടി? 2 sin x ഇൻറ്റു കോസ് എക്സ്. കോസ് 2xൻ്റെ ഫോർമുല 3 വരുന്നുണ്ട്. 1 കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്, 2 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1, 3 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ്. ആൻഡ് ലാസ്റ്റ് വന്നിട്ട് tan 2x ആവുമ്പോൾ 2 tan x ഡിവൈഡഡ് ബൈ 1 മൈനസ് tan സ്ക്വയർ എക്സ്. മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഫോർമുലകളാണിത്. ഇനി ഈ കോസ് 2x ഇൻ ടേംസ് ഓഫ് സൈൻ ആൻഡ് കോസ് വെച്ച് ഒരു കൊറോളറി പോലെ, ഐ മീൻ ഒരു സബ് ഫോർമുല പോലെ നമുക്കൊരു വേറൊരു ഫോർമുല ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് പല വേരിയബിളിൽ നമുക്ക് അപ്ലൈ ചെയ്ത് പോകുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൂടി നമുക്കൊന്ന് ഡെവലപ്പ് ചെയ്തേക്കാം. അപ്പം അത് നിങ്ങൾ നോട്ടായിട്ട് എഴുതിയാൽ മതി. ആ ഫോർമുലകൾ നമ്മൾ നോട്ടായിട്ട് എഴുതിയാൽ മതി. അതായത് കോസ് 2x ഇൻ ടേംസ് ഓഫ് കോസിലെ റിസൾട്ട് നമുക്കറിയാം 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 ആണ്. ആ മൈനസ് 1 ലെഫ്റ്റ് സൈഡ് എടുക്കുമ്പോൾ പ്ലസ് 1 ആണ്. ദാറ്റ് ഈസ് 1 പ്ലസ് കോസ് 2x ഈക്വൽ ടു വി ഗെറ്റ് ആൻസർ 2 കോസ് സ്ക്വയർ എക്സ് എന്ന് കിട്ടി. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഫോർമുല. 1 പ്ലസ് കോസ് 2x ഇസ് ഈക്വൽ ടു 2 കോസ് സ്ക്വയർ എക്സ്. നമ്മൾ ഈ പഠിച്ച ഫോർമുല ഡെവലപ്പ് ചെയ്ത മറ്റൊരു ഫോർമുലയാണ്. ഇതൊരു സബ് ആയിട്ടുള്ളൊരു ഫോർമുലയാണ്, സബ് ഫോർമുലയാണ്, ഇതിൻ്റെ സബായിട്ടുള്ളൊരു ഫോർമുല. അപ്പോൾ ഇതും പല വേരിയബിളും നമുക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് ബൈ ഹാർട്ടൊക്കെ ഇരുന്നാൽ 1 പ്ലസ് കോസ് 2x ഈസ് ആൻസർ ഈസ് 2 കോസ് സ്ക്വയർ എക്സ്. സിമിലർലി കോസ് 2x ഇൻ ടേംസ് ഓഫ് സൈനിൻ്റെ ഫോർമുല നമുക്കറിയാം 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് ആണ്. ടേംസ് ഇൻ്റർചേഞ്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക? കോസ്റ്റ് ഈസ് റൈറ്റ് സൈഡിൽ, ഈ ടൈം ലെഫ്റ്റ് സൈഡ് എടുക്കുമ്പോൾ 2 സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു, ഇത് പോസിറ്റീവ് ആവുമല്ലോ, 1 മൈനസ് കോസ് 2x ആവും. ശരിക്കും പറഞ്ഞാൽ 1 മൈനസ് കോസ് 2x ഈസ് ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ എക്സ് എന്ന് വീണ്ടും ഒരു ഫോർമുല കൂടി നമ്മൾ ഡെവലപ്പ് ചെയ്യപ്പെട്ടു. അത് ശരിക്കും അത് നമ്മൾ പഠിച്ച ഫോർമുലയിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത സംഭവം തന്നെയാണ്. അതിലൊരു പുതിയ സംഭവമൊന്നും ഇവിടെ പറയുന്നില്ല. നമ്മൾ നേരത്തെ പഠിച്ച ഒരു ഫോർമുല തന്നെയാണ്. ഒരു പുതിയതായിട്ട് നമുക്ക് പറയാനില്ല. അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന മറ്റൊരു സബ് ഫോർമുലയാണ് നമുക്ക്. അപ്പോൾ 1 പ്ലസ് കോസ് 2x ഈക്വൽ ടു ഫോർമുല 2 കോസ് സ്ക്വയർ എക്സ് ആൻഡ് 1 മൈനസ് കോസ് 2x ഇസ് ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ എക്സ്. ഇത് നമുക്ക് പ്രോബ്ലം പാർട്ട് ചെയ്യുമ്പോൾ ചില ഇടത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് പോകും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ 2 ഫോർമുലയും, പ്രത്യേകിച്ച് നെക്സ്റ്റ് ഇയർ ടോപ്പിക്കിൽ മറന്നു പോകരുത്. ഇന്ന് നമ്മൾ ബോക്സ് ഫ്രെയിം ചെയ്തിട്ട് പഠിച്ച ഫോർമുല അല്ല, റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കാണണം. കാരണം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇതിലെ പ്രോബ്ലം നമുക്ക് വർക്കൗട്ട് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബേസിൽ ടെസ്റ്റിനകത്ത് 2-3 ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസിലോട്ട് നമുക്കൊന്ന് പോവാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് സൈൻ സ്ക്വയർ 6x മൈനസ് സൈൻ സ്ക്വയർ 4x. പ്രൂവ് ദാറ്റ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, സൈൻ സ്ക്വയർ 6x, സൈൻ സ്ക്വയർ 6x മൈനസ് സൈൻ സ്ക്വയർ 4x ഇസ് ഈക്വൽ ടു സൈൻ 2x ഇൻറ്റു സൈൻ 10x, സൈൻ 2x ഇൻറ്റു സൈൻ 10x. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സൈൻ സ്ക്വയർ 6x മൈനസ് സൈൻ സ്ക്വയർ 4x ഇസ് ഈക്വൽ ടു സൈൻ 2x മൈനസ് സൈൻ 10x. ഫസ്റ്റ് ഓഫ് ഓൾ യു സെലക്ട് LHS. LHS എന്ന് പറയുമ്പോൾ സൈൻ സ്ക്വയർ 6x മൈനസ് സൈൻ സ്ക്വയർ 4x ആണ്. നമുക്ക് ഐഡൻറ്റിറ്റി അറിയാം, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഐഡൻറ്റിറ്റി പ്രകാരം ഇയാൾ നമുക്ക് ഫാക്ടറൈസ് ചെയ്താം. സൈൻ 6x പ്ലസ് സൈൻ 4x ഇൻറ്റു സൈൻ 6x മൈനസ് സൈൻ 4x എന്ന് ഐഡൻറ്റിറ്റി അപ്ലൈ ചെയ്ത് ഫാക്ടറൈസ് ചെയ്തു. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിപ്പിച്ച CD ഫോർമുല അപ്ലൈ ചെയ്യുക. ഓൾറെഡി നമുക്കറിയാം S പ്ലസ് S ഇസ് ഈക്വൽ ടു 2SC, S മൈനസ് S ഇസ് ഈക്വൽ ടു 2CS ഫോർമുല അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ S പ്ലസ് S ഇസ് ഈക്വൽ ടു 2SC ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ
2 sin c plus d by 2, that is 6x plus 4x by 2 into അടുത്ത് cos 6x minus 4x by 2 into again s minus s formula അറിയാം 2 cos 6x plus 4x by 2 into sin 6x minus 4x divided by 2 മറന്നു പോകരുത് റിസൾട്ടുകൾ is equal to s plus s is equal to 2sc, s minus s is equal to 2cs. അല്ലെങ്കിൽ സൈഡിൽ നോട്ട് ചെയ്ത് കൊള്ളണം. s plus s is equal to 2sc, s minus s is equal to 2cs. sin c plus sin d is equal to 2 sin c plus d by 2 into cos c minus d by 2 and sin c minus sin d is equal to 2 cos c plus d by 2 into sin c minus d by 2. ഇത്രയേ ഉള്ളൂ. ദാറ്റ് is equal to നമ്മൾ ആഡ് ചെയ്തെടുക്കാം. ദാറ്റ് ഈസ് 2 സൈൻ നമുക്കറിയാം 6 പ്ലസ് 4 10x ആണ് ബൈ 2 എന്ത് കിട്ടുക 5x ഇൻറ്റു കോസ് 6x മൈനസ് 4x ഇസ് 2x ബൈ 2 എന്ത് കിട്ടും x ഇൻറ്റു 2 കോസ് അഗെയിൻ 6x പ്ലസ് 4x 10x ബൈ 2 എന്ത് കിട്ടും 5x ഇൻറ്റു സൈൻ 6x മൈനസ് 4x ഇസ് 2x ബൈ 2 എന്ത് കിട്ടും x. ഇവിടെ നമുക്ക് കോമൺ ആംഗിൾ രണ്ടെണ്ണം വരുന്നുണ്ട്. ഒന്ന് 5x എക്സും ഒന്ന് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ 2 ഓരോരുത്തർക്കായിട്ട് കൊടുക്കാം. 2 into 2 4 എന്ന് എഴുതുന്നുണ്ട്. അതിൻ്റെ കാരണമുണ്ട്. 2 പ്രൂവ് ചെയ്യേണ്ടത് 2 sin 5x കോസ് 5x ഒരു ചെറിയ ബ്രാക്കറ്റ് ആൻഡ് സെക്കൻഡ് ബ്രാക്കറ്റിൽ 2 sin x കോസ് x മറ്റൊരു ബ്രാക്കറ്റ് അതാക്കുക ഈസ് ഈക്വൽ ടു. ഇനി നമുക്കിവിടെ കുറച്ച് കാര്യങ്ങളൊന്ന് ഓർമ്മിച്ചെടുക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് sin 2x is equal to sin 2x അറിയാലോ എന്താണ് 2 sin x cos x എന്ന് നമ്മൾ കുറച്ചെടുത്ത് പഠിച്ചു. അപ്പോൾ ഇത് ഇവിടെ 2x മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുലയാണ്. ഇവിടെ 2x വരുമ്പോൾ അതിന് നേരെ ഹാഫ് ആംഗിളാണ് ഇവിടെ ഫോം ചെയ്യുക അല്ലേ. തിരിച്ച് പറഞ്ഞാൽ ഇതൊക്കെ എഴുതാൻ പറ്റും. ശരിക്കും ഈ റിസൾട്ട് തിരിച്ചിങ്ങനെ എഴുതാം 2 sin x ഇൻറ്റു കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ആൻസർ sin 2x ആണ്. ഇവിടെ വരുന്നതിൻ്റെ മൾട്ടിപ്പിളാണ് ഇവിടെ വരിക. അങ്ങനെയാണെങ്കിൽ 2 sin 2x ഇൻറ്റു കോസ് 2x ആണെങ്കിൽ ആൻസർ എന്തായാലും വരിക അതിൻ്റെ മൾട്ടിപ്പിൾ അല്ലേ ഇവിടെ വരികയുള്ളൂ. എക്സ് 2x ആണെങ്കിൽ 2x ഇവിടെ എന്തായി മാറും 4x ആവും. സിമിലർലി 2 sin 3x ഇൻറ്റു കോസ് 3x ആണെങ്കിൽ ആൻസർ എന്താ കിട്ടുക മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുല 3x എന്തായി മാറും 6x ആവും. സിമിലർലി അഗെയിൻ 2 sin 4x ഇൻറ്റു കോസ് 4x ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും കിട്ടുക സൈൻ ഡബിൾ ആംഗിൾ 8x ആവും. And also 2 sin 5x into cos 5x ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും വരിക sin 10x എന്ന് കിട്ടും. ആൻഡ് 2 sin 6x into cos 6x ആണെങ്കിൽ ആൻസർ എന്ത് കിട്ടുക sin ആൻഡ് ഡബിൾ ആംഗിൾ 12x ആൻഡ് സോ ഓൺ അങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കും. ഉറച്ചോളുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുമ്പോൾ നമുക്കിവിടെ എന്താ സംഭവിക്കുക 2 sin 5x into cos 5x എന്ന് പറയുമ്പോൾ ആ മൾട്ടിപ്പിൾ ആംഗിൾ പ്രകാരം നമുക്ക് ആൻസർ എന്ത് കിട്ടും ഈ ടേമിന് പകരം നമുക്ക് കൊടുക്കാം സൈൻ 10x എന്ന് കൊടുക്കാം. 2 sin x cos x ഓൾറെഡി നമ്മൾ പഠിച്ച ഫോർമുല തന്നെയാണ്. ദാറ്റ് ഈസ് sin 2x. ഇതല്ലേ നമുക്ക് അതായത് sin 2x ഇൻറ്റു sin 10x തന്നെയാണ് sin 10x ഇൻറ്റു sin 2x ഈസ് ഈക്വൽ ടു ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് അല്ലേ. അപ്പോൾ 2 sin 2x ഇൻറ്റു sin 10x എന്ന് എഴുതി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. സംഭവം വളരെ സിമ്പിളാണ്. പക്ഷേ ആ ഫോർമുലയിലാണ് ഇതിൽ വിജയം എന്ന് പറയുന്നത്. ഇതേ ടൈപ്പിൽ തന്നെ നമുക്കൊരു പ്രോബ്ലം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ഫസ്റ്റ് ഇതാണ് പ്രൂവ് ദാറ്റ് കോസ് സ്ക്വയർ 2x മൈനസ് കോസ് സ്ക്വയർ 6x ഈസ് ഈക്വൽ ടു സൈൻ 4x ഇൻറ്റു സൈൻ 8x സൈൻ 4x ഇൻറ്റു സൈൻ 8x cos square 2x minus cos square 6x is equal to sin 4x into sin 8x. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് ചെയ്ത പോലെ തന്നെ LHS എടുക്കുക. അപ്പോൾ cos square 2x minus cos square 6x factories a square minus b square a plus b into a minus b that is cos 2x plus cos 6x into cos 2x minus cos 6x is equal to c plus c എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. c plus c is equal to 2sc and c minus c is equal to 2cs. c plus c is equal to 2cc and c minus c is equal to minus 2
എസ് എസ് ഓൾറെഡി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആ ഫോർമുല നമ്മളിവിടെ അപ്ലൈ ചെയ്ത് പോകും. അപ്പോൾ എസ് സി പ്ലസ് സി വി ഗെറ്റ് ആൻസർ 2cc, that is 2 cos c plus d by 2, that is 2xa plus 6xa by 2 into cos 2x minus 6xa by 2 into c minus c is minus 2. ഇവിടെ എന്തെടുക്കുക minus 2 sin എന്തെടുക്കും 2x plus 6x by 2 into sin 2x minus 6x by 2. ഇത് നമ്മൾ നേരത്തെ പഠിച്ച സി ഡി ഫോർമുലയാണ്, ട്രാൻസ്ഫോർമേഷൻ ഫോർമുലയിൽ പഠിച്ച സി ഡി ഫോർമുല. ഈക്വൽ ടു 2 cos 6 plus 2 ആൻസർ 8x by 2 എന്ത് കിട്ടുക 4x ഇൻറ്റു cos 2 minus 6 is minus 4x by 2 minus 2x ആകും. പക്ഷേ cos minus തീറ്റ റിഡക്ഷൻ ഫോർമുല പഠിച്ചിട്ടുണ്ട്, cos തീറ്റ തന്നെ. അതുകൊണ്ട് ഇവിടെ ആൻസർ തന്നെ കിട്ടും cos 2x, cos minus 2x ആൻസർ cos 2x ഇൻറ്റു ഒരു ബ്രാക്കറ്റിനകത്ത് minus 2 sin again 2 plus 6 8x by 2 എന്ത് കിട്ടുക 4x ഇൻറ്റു sin 2 minus 6 minus 4x by 2 minus 2x കിട്ടും. നമുക്കറിയാം cos minus തീറ്റ sin minus തീറ്റ sin 2x minus 6x minus 4x by 2 minus 2x കിട്ടും. പക്ഷേ sin minus തീറ്റ എന്താ മൈനസ് sin തീറ്റ, മൈനസ് ഇവിടെ പ്ലസ് ആകും sin 2x ആകും. ഓക്കെ, ഇവിടെ നമ്മൾ ലാസ്റ്റ് ചെയ്ത പോലെ തന്നെ ഒന്ന് കളക്ട് ചെയ്യും ഒരേ ആംഗിൾ വരുന്നത്. അപ്പോൾ 2 sin 4x cos 4x ഒരു ബ്രാക്കറ്റ്, അടുത്ത് 2 sin 2x cos 2x സെക്കൻഡ് ബ്രാക്കറ്റ് ഇസ് ഈക്വൽ ടു നമ്മൾ ഓൾറെഡി കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്ത് പോയതാണ്. എന്താണ് ഡിസ്കസ് ചെയ്തത്? 2 sin 4x cos 4x നമുക്ക് sin 8x കൊടുക്കാം. അപ്പോൾ ഇയാൾക്ക് പകരം നമുക്ക് sin 8x കൊടുക്കാം ഇൻറ്റു അടുത്ത 2 sin 2x cos 2x പകരം sin 4x കൊടുക്കാം. അപ്പോൾ അടുത്തതിന് പകരം sin 4x കൊടുക്കാം. നമ്മുടെ ആൻസറായി ഇസ് ഈക്വൽ ടു sin 4x ഇൻറ്റു sin 8x എന്നായി മാറി. ഇത്രയാണ് ഇതിൻ്റെ ആൻസർ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് വേണ്ടിയാണ് കൂടുതലായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ആംഗിൾ ഫോർമുല യൂസ് ചെയ്ത് പോകുന്നത്. ഈ കാറ്റഗറിയിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ മൾട്ടിപ്ലൈ ആംഗിൾ ഫോർമുല വെച്ച് ഒരു ടെസ്റ്റിനകത്തുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വസ്റ്റ്യൻ ആണ് പ്രൂവ് ദാറ്റ് sin 5x minus തേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് എടുക്കാം. പ്രൂവ് ദാറ്റ് sin 5x minus 2 sin 3x plus sin x the whole divided by cos 5x minus cos x is equal to പ്രൂവ് ചെയ്യേണ്ടത് tan x. നിങ്ങളുടെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ടേക്ക് LHS നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ LHS സെലക്ട് ചെയ്യുക. sin 5x minus 2 sin 3x plus sin x the whole divided by cos 5x minus cos x. ഇവിടെ ഈ രണ്ട് ആംഗിൾ, കാരണം ഇവിടെ നമുക്ക് സി ഡി ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റില്ല, 2 ഉള്ളതുകൊണ്ട്. പക്ഷേ സി ഡി ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ടേമുകളെന്ന് പറഞ്ഞാൽ sin 5x sin x ആണ്. അവരൊരു ചെറിയൊരു ബ്രാക്കറ്റ് കൊടുക്കുക, minus 2 sin 3x the whole divided by cos 5x minus cos x ഒരു ബ്രാക്കറ്റ്. എസ് പ്ലസ് എസ് ഫോർമുല അറിയാലോ, 2sc. അപ്പോൾ 2 sin c plus d by 2. അപ്പോൾ എന്ത് കിട്ടുക 5x plus x by 2 ഇൻറ്റു cos 5x minus x by 2 minus 2 sin 3x the whole divided by c minus c ഫോർമുല അറിയാലോ, minus 2 sin c plus d by 2, that is 5x plus x by 2 into sin 5x minus x by 2 എന്നും കിട്ടും. is equal to 2 sin, നമുക്കറിയാം 5x plus x എന്ന് പറയുമ്പോൾ 6x ആണ്, by 2 നമുക്ക് എന്ത് കിട്ടും 3x എന്ന് കിട്ടും. ആൻഡ് cos 5x minus x 4x ആണ്, by 2 എന്ത് കിട്ടും 2x മൈനസ്. ഇതിൽ വേറൊരു ചേഞ്ചും ഇല്ല, അടുത്ത ടൈം അങ്ങനെ തന്നെ എഴുതി പോവുക, നമുക്ക് കോമൺ എടുക്കാൻ പറ്റും അവസാനം. ഇവിടെ -2 sin 5x plus x 6x by 2 എന്ത് കിട്ടുക 3x ഇൻറ്റു sin 5x minus x 4x by 2 എന്ത് കിട്ടും 2x. ഓക്കെ, ടൈം റിപ്പീറ്റ് ചെയ്യാം. ഈസ് ഈക്വൽ ടു 2 sin 3x ഇൻറ്റു
കോസ് 2x മൈനസ് 2 സൈൻ 3x ദ ഹോൾ ഡിവൈഡഡ് ബൈ -2 സൈൻ 3x ഇൻറ്റു സൈൻ 2x. ഇനി നമ്മൾ ആ ന്യൂമറേറ്ററിൽ നിന്നും ഒരാളെ നമുക്ക് കോമൺ എടുക്കാൻ പറ്റുന്നുണ്ട്. ആരാ കോമൺ എടുക്കുക? 2 സൈൻ 3x കോമൺ എടുക്കും. ബാക്കി ഇവിടെ എന്താ വരിക? കോസ് 2x മൈനസ് 1. കാരണം കോമൺ എടുക്കാൻ മീൻ ആ 2 സൈൻ 3x കൊണ്ട് ഓരോ ടൈമിലും ഡിവൈഡ് ചെയ്യുന്നതാണ്. ഇയാളെ നമ്മൾ 2 സൈൻ 3x ഡിവൈഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ബാലൻസ് കോസ് 2x മൈനസ് 2 സൈൻ 3x ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് 1 ദ ഹോൾ ഡിവൈഡഡ് ബൈ -2 സൈൻ 3x ഇൻറ്റു സൈൻ 2x എന്നായി മാറും. എന്താ വെച്ചാൽ ഈ മൈനസ് കൊണ്ട് നമുക്ക് ഇതിനകത്തോട്ട് മൾട്ടിപ്ലൈ ബ്രാക്കറ്റിനകത്തോട്ട്, അപ്പോൾ എന്താ സംഭവിക്കും? 2 സൈൻ 3x ഇൻറ്റു ഈ ബ്രാക്കറ്റ് മൈനസ് ചെല്ലുമ്പോൾ -1 +1 ആവും. മൈനസ് ബ്രാക്കറ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്ന റീസൺ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും മൈനസിന് എന്തിനു മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇവിടെ പോസിറ്റീവ് ടൈം നെഗറ്റീവ് ആവും, നെഗറ്റീവ് ടൈം പോസിറ്റീവ് ആവും. ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 സൈൻ 3x ഇൻറ്റു സൈൻ 2x എന്നായി മാറും. ഓക്കെ, ഹിയർ 2 ക്യാൻസൽ, സൈൻ 3x ക്യാൻസൽ ആവും. നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 മൈനസ് കോസ് 2x, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു 1 മൈനസ് കോസ് 2x 2 കോസ് സ്ക്വയർ എക്സ് എന്ന് തുടക്കത്തിൽ മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുല സ്റ്റാർട്ടിങ് നമ്മൾ സബ് ഫോർമുലയായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. 1 മൈനസ് കോസ് 2x 2 കോസ് സ്ക്വയർ എക്സ് ആൻഡ് 1 പ്ലസ് കോസ് 2x 1 മൈനസ് കോസ് 2x 2 സൈൻ സ്ക്വയർ എക്സ് ആൻഡ് 1 പ്ലസ് കോസ് 2x 2 കോസ് സ്ക്വയർ എക്സ് എന്ന് നമ്മൾ തുടക്കത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കിവിടെ യൂസ് ചെയ്ത് വരണം. കാരണം ആ ഫോർമുലയാണ് നമുക്കിവിടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് പോകുന്നത്. കാരണം ഇവിടെ നമ്മളൊന്ന് പറഞ്ഞു 1 പ്ലസ് കോസ് 2x 2 കോസ് സ്ക്വയർ എക്സ് 1 മൈനസ് കോസ് 2x 2 സൈൻ സ്ക്വയർ എക്സ്. ആ ഫോർമുല പ്രകാരം 1 മൈനസ് കോസ് 2x പകരം നമുക്ക് 2 സൈൻ സ്ക്വയർ എക്സ് കൊടുക്കാം. ഡിവൈഡ് ബൈ സൈൻ 2x നമ്മളെന്ന് പറഞ്ഞു 2 സൈൻ എക്സ് കോസ് എക്സ്, അത് കൊടുക്കുക. 2 സൈൻ എക്സ് കോസ് എക്സ് കൊടുത്തു. അപ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? ഒരു 2 ക്യാൻസലാവും, ഒരു സൈനും ക്യാൻസലാവും. ബാക്കി എന്ത് കിട്ടും? സൈൻ ബൈ കോസ്, ആൻസർ ഈസ് ടാൻ എക്സ്. ഇതാണ് നമ്മുടെ RHS. ഓക്കെ, സംഭവം കഴിഞ്ഞു. അപ്പോൾ ഇത് ആ ഫോർമുലയാണ് ഇതിൽ വിജയം എന്ന് പറയുന്നത്. ആ ഫോർമുല കമ്പൽസറി നമ്മൾ ബൈ ഹാർട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഈസി ആയിരിക്കും, അല്ലെങ്കിൽ ഇത് ടഫായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. തേർഡ് ക്വസ്റ്റ്യൻ ആദ്യം LHS എടുത്തു. ഇവിടെ നിന്ന് സൈൻ 5x പ്ലസ് സൈൻ എക്സ്, കാരണം ഇവിടെ CD ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റും, അത് ഗ്രൂപ്പ് ചെയ്തു. -2 സൈൻ 3x ഡിവൈഡ് ബൈ കോസ് 5x മൈനസ് കോസ് എക്സ് ആയി. ഇവിടെ നമ്മൾ CD ഫോർമുല അപ്ലൈ ചെയ്യും. S പ്ലസ് എസ് ഇസ് ഈക്വൽ ടു 2 സൈൻ C പ്ലസ് D ബൈ 2 ഇൻറ്റു കോസ് C മൈനസ് D ബൈ 2 -2 സൈൻ 3x. ഡിനോമിനേറ്റർ C മൈനസ് C ഫോർമുല -2SS, ദാറ്റ് ഈസ് -2 സൈൻ 5x പ്ലസ് x ബൈ 2 ഇൻറ്റു സൈൻ 5x മൈനസ് x ബൈ 2. ഇത് ആഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 2 സൈൻ 3x ഇൻറ്റു കോസ് 2x മൈനസ് 2 സൈൻ 3 ഡിവൈഡ് ബൈ -2 സൈൻ 3x ഇൻറ്റു സൈൻ 2x ആവും. ഇവിടെ നമുക്ക് ന്യൂമറേറ്ററിൽ നിന്ന് 2 സൈൻ 3x കോമൺ എടുക്കുക. ബാക്കിയുള്ളത് കോസ് 2x മൈനസ് 1 ആവും ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ. എന്നിട്ട് ഈ മൈനസ് നമുക്ക് അത് ഈ ബ്രാക്കറ്റിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതിൻ്റെ പ്രയോജനം എന്ന് വെച്ചാൽ ഇത് 1 മൈനസ് കോസ് 2x ആവും. ഓൾറെഡി എന്നിട്ട് 2 കോമൺ ആയുള്ള 2നെയും സൈൻ 3xനെയും ക്യാൻസൽ ചെയ്തു. 1 മൈനസ് കോസ് 2xൻ്റെ ഫോർമുല നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ബൈ ഹാർട്ട് ആക്കിയിട്ടുണ്ട്. അതിന് പകരം 2 സൈൻ സ്ക്വയർ എക്സ് കൊടുത്തു. സൈൻ 2xന് പകരം അതും മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുല നമുക്കറിയാം 2 സൈൻ എക്സ് കോസ് എക്സ്. അപ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? 2 സൈൻ ക്യാൻസൽ ചെയ്യുമ്പോൾ ബാക്കി സൈൻ എക്സ് ബൈ കോസ് എക്സ്, ആൻസർ എന്തായി മാറുന്നു? ടാൻ എക്സ് എന്നായി മാറുന്നു. ഓക്കെ, ഇനി ഇതിനകത്ത് വരുന്ന ഒരു 2 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് നിങ്ങൾക്ക് തരാം. അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഇതാണ്. പ്രൂവ് ദാറ്റ് sin 2x plus 2 sin 4x. Prove that sin 2x plus 2 sin 4x plus sin 6x is equal to 4 cos square x into sin 4x. 4 cos square x into sin 4x. നമ്മളിപ്പോൾ പഠിച്ച ഫോർമുല ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. 4 cos square x into sin 4x. ഇവിടെ ഇതേപോലെ ചെയ്യുക. LHS എടുത്തിട്ട് sin 2xും sin 6x ഒരു ഗ്രൂപ്പ് ചെയ്താൽ മതി. കോമൺ എടുത്ത് വരുമ്പോഴത്തേക്ക് ഈ ആൻസറിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. sin 2xും അവിടെ നമ്മൾ പഠിച്ച ഫോർമുലയുടെ സബ് മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുലയോടെ അപ്ലൈ ചെയ്യേണ്ടി വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്രശ്നം. നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കണ്ടെത്താൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് ചെയ്യുക. നിങ്ങൾ ടെസ്റ്റിനകത്തുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, മെയിനായിട്ട് നമ്മൾ ഈ മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുല ബേസ് നിങ്ങൾ ടെസ്റ്റിനകത്ത് 3 ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. പിന്നീട് നമുക്ക് അഡീഷണൽ ആയിട്ട് നിങ്ങൾ ഈ ഒരു 6 ഫോർമുലയോട് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. അതായത് 5 ഫോർമുല. sin 2x ഇൻ ടേംസ് ഓഫ് ടാൻ്റെ ഒരു റിസൾട്ട് ഉണ്ട്.
അത് നിങ്ങൾ റിസൾട്ടായിട്ട് നിങ്ങൾ എഴുതിയെടുത്ത് ബൈ ഹാർട്ട് ആക്കിയിരുന്നാൽ നമുക്ക് പിന്നീട് അവിടെ ഓഫ്ലൈൻ ക്ലാസ് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ റെഗുലർ ക്ലാസ്സുകളിലേക്ക് നമുക്ക് ഇതിനെ വെച്ചുള്ള ടെസ്റ്റിനകത്ത് 3.3 എക്സസൈസിനകത്ത് ലാസ്റ്റ് 3 പ്രോബ്ലങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് അത് ഈ ഫോറിൽ വെച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ റിസൾട്ടിന് മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളൂ, അതിൻ്റെ പ്രൂഫിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. അതുകൊണ്ട് റിസൾട്ട് കൂടി ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. അതായത് സൈൻ ടു എക്സ് ഇൻ ടേംസ് സൈൻ ആൻഡ് കോസ് പറഞ്ഞ പോലെ ഇൻ ടേംസ് ഓഫ് ടാനിലൊരു റിസൾട്ട് ഉണ്ട്, 2 tan x ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ആണ്. സെക്കൻഡ് കോസ് 2x ഇൻ ടേംസ് ഓഫ് ടാനിലെ റിസൾട്ട് ഉണ്ട്, 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ആകുന്നു. അടുത്ത് സൈൻ 3x ഉണ്ട്. സൈൻ 3x എന്ന് പറഞ്ഞാൽ 3 സൈൻ എക്സ് മൈനസ് 4 സൈൻ ക്യൂബ് എക്സ് ആണ്. അടുത്ത് കോസ് 3x ഉണ്ട്. കോസ് 3x ഈക്വൽ ടു 4 കോസ് ക്യൂബ് എക്സ് മൈനസ് 3 കോസ് എക്സ് ആണ്. 4 കോസ് ക്യൂബ് എക്സ് മൈനസ് 3 കോസ് എക്സ് കോസ് 3x ഇൻ ടേംസ് ഓഫ് കോസിലെ റിസൾട്ട് ഒറ്റ ഫോർമുലയാണ് കോസ് 3x. ആൻഡ് ഫിഫ്ത്ത് റിസൾട്ട് ടാൻ 3x ആണ്. 3 ടാൻ എക്സ് മൈനസ് ടാൻ ക്യൂബ് എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് 3 ടാൻ സ്ക്വയർ എക്സ്. ഇത് നമുക്ക് നെക്സ്റ്റ് ഇയർ നമുക്ക് ഈ ഫോർമുലകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ 5 ഫോർമുലകൾ നിങ്ങൾ ബൈ ഹാർട്ടാക്കി വെച്ചിരിക്കുക. കാരണം ഇതിനെ ബേസിലുള്ള പ്രോബ്ലംസ് നിങ്ങൾ ടെസ്റ്റിനകത്ത് ആകെ ഈ പറഞ്ഞ പോലെ അതിൽ സൈൻ കോസ് 3x ബേസ് ചെയ്യുന്നൊരു ഫോർമുല മാത്രം അപ്ലൈ ചെയ്യുന്ന ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ടെസ്റ്റിനെ ബേസ് ചെയ്യുന്നെങ്കിൽ റിസൾട്ടുകൾ വളരെ കുറവാണ്. പിന്നെ എൻട്രൻസിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനപ്പുറം ഈ ടെസ്റ്റിനെ ബേസ് ചെയ്യുന്ന പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ ഈ റിസൾട്ട് വെച്ച് വരുന്ന പ്രോബ്ലംസ് ടെസ്റ്റിനകത്ത് ഇല്ല തന്നെ, ഒരു ക്വസ്റ്റ്യൻ മാത്രമേ വരുന്നുള്ളൂ അതിനെ ബേസ് ചെയ്ത്. ബാക്കി ഈ പറഞ്ഞ മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുല വെച്ചുള്ള ക്വസ്റ്റൻസ് ആണ് നമുക്ക് ടെസ്റ്റിനകത്തുള്ളത്. അത് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല ഒരു 3 ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് പറഞ്ഞതും ഈ മൾട്ടിപ്പിൾ ആംഗിൾ ബേസ് തന്നെയാണ്. പക്ഷേ അത് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് എക്സ്പ്ലെയിൻ ചെയ്തെടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് നമുക്ക് റെഗുലർ ക്ലാസ്സിൽ കുറേ കാര്യങ്ങൾ എക്സ്ട്രാ പറഞ്ഞ് മാത്രമേ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അത് സഡനായിട്ട് അത് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് റെഗുലർ ക്ലാസ്സിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. 3.3 എക്സസൈസിലെ ലാസ്റ്റ് 3 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ടെസ്റ്റിനകത്ത് ഈ മൾട്ടിപ്പിൾ ആംഗിൾ ബേസ് വരുന്നത്. അത് ബൈ ഹാർട്ട് ചെയ്ത് നോക്കുക, ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. കൂടാതെ ഈ റിസൾട്ട് ഇവിടെ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. കാരണം നെക്സ്റ്റ് ഇയർ ആവശ്യമുള്ള റിസൾട്ടാണ്. അതുകൊണ്ട് ചെയ്ത് പ്രാക്ടീസ് ഒരു 5 ടൈം ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് എനിക്ക് സബ്മിറ്റ് ചെയ്യുക. റിസൾട്ടുകൾ ഒരു 5 ടൈം ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് റിസൾട്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ സൈൻ 2x ഇൻ ടേംസ് ഓഫ് ടാൻ ചോദിച്ചാൽ 2 tan x ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്, കോസ് 2x 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. സൈൻ 3x ആകുമ്പോൾ 3 സൈൻ എക്സ് മൈനസ് 4 സൈൻ ക്യൂബ് എക്സ്, cos 3x 4 cos cube x minus 3 cos x, tan 3x 3 tan x minus tan cube x by 1 minus 3 tan square x. റിസൾട്ട് പഠിക്കാൻ വേറെ ടെക്നിക്കുകളൊന്നുമില്ല. ഒത്തിരി റിപ്പീറ്റ് ചെയ്ത് പഠിച്ചെടുക്കാനേ പറ്റുള്ളൂ. കാരണം ഐഡൻറ്റിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈസ് എ സ്ക്വയർ, എ പ്ലസ് ബി എ മൈനസ് ബി, അല്ലെങ്കിൽ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ, എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെയുള്ള ഐഡൻറ്റിറ്റി പോലെ തന്നെ ഈ ഫോർമുലയും ഇതിന് പ്രൂഫുണ്ട്. പക്ഷേ പ്രൂഫ് നമ്മൾ എഴുതി എൻ്റെ സമയം വേസ്റ്റ് ചെയ്യുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. റിസൾട്ട് ഒന്ന് മറ്റേതുപോലെ മൾട്ടിപ്പിൾ ആംഗിൾ പോലെ നമുക്ക് ഇതിനെയും പ്രൂഫ് ഡെവലപ്പ് ചെയ്തെടുക്കാം. ഞാൻ പ്രൂഫ് മനപ്പുറം ഒഴിവാക്കുകയായിരുന്നു. എല്ലാം കൂടി നിങ്ങൾ അധികമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും മതിയാവും നിങ്ങളുടെ. കാരണം CBSE സിലബസ് പ്രകാരം, പുതിയ സിലബസ് പ്രകാരം ട്രിഗണോമെട്രി ഇക്വേഷൻ നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ബേസുള്ള പ്രോബ്ലം ഇപ്പോൾ തൽക്കാലം ഡിസ്കസ് ചെയ്തില്ല. നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും ലാസ്റ്റ്. എന്തായാലും ക്ലാസ്സുകൾ എക്സ്റ്റെൻഡ് പോകുന്നുണ്ട്. ഏറ്റവും അവസാന സമയത്ത് റിവിഷൻ ടൈമിൽ ട്രിഗണോമെട്രി ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോകും. കാരണം എൻട്രൻസിനൊക്കെ ആവശ്യം വരും. അതുകൊണ്ട് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയേണ്ടി വരും. മാത്രമല്ല നെക്സ്റ്റ് ഇയറും അതിനെക്കുറിച്ചുള്ള കുറച്ച് പ്രോബ്ലംസ് വേണ്ടി വരും. അതുകൊണ്ട് ആ ഒരു പോർഷൻ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇവിടെ വെച്ച് ഈ ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ പോർഷൻ നമുക്ക് ഈ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ആക്കി വരുന്നതിനകത്ത് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. ദാറ്റ്സ് ഓൾ. ബൈ.